ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് ദിവസമായില്ലേ ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് കരുതി. വീട്ടിൽ ചെറിയൊരു മൗലൂദ് നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ ഫോണിൽ എടുത്ത് വെച്ച് വീഡിയോ ആയിരുന്നു കേട്ടോ. പക്ഷെ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി, നോമ്പ് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞങ്ങൾ പൊതുവേ മൗലൂദിന് ഗോതമ്പ് പായസമാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ കടയിൽ നിന്നൊക്കെ കുത്തിയ ഗോതമ്പ് കിട്ടും. അപ്പോൾ അങ്ങനെ ഗോതമ്പ് കുത്താനൊന്നും ടൈം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് കുത്തിയ ഗോതമ്പിൻ്റെ 2 പാക്കറ്റ് വാങ്ങി. 2 കിലോനായിരുന്നു ആ പാക്കറ്റ്. അപ്പോൾ പായസം ഉണ്ടാക്കാമെന്ന് കരുതി. ഗോതമ്പ് പായസം. ആർക്കെങ്കിലും ഗോതമ്പ് പായസം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആദ്യമായാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റും ലൈക്കും ഒക്കെ തന്ന് നമ്മൾ വീഡിയോസ് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളൊക്കെ വീട്ടിലെ മൗലൂദിൻ്റെ സമയത്ത് ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനെയല്ല കേട്ടോ, അല്ലാതെ പായസ ഐറ്റംസ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ഉണ്ടാക്കാറുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനൊരു തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തേങ്ങയും അതുപോലെ തന്നെ പാലുമാണ് ഞാൻ ഗോതമ്പ് പായസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്. വൈകുന്നേരം മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷമാണ് മൗലൂദിൻ്റെ സമയം. ഞാൻ പിന്നെ നേരത്തെ ഉണ്ടാക്കി വെക്കും കേട്ടോ പായസം. കാരണം എന്താ വെച്ചാൽ കുടിക്കാൻ സമയമാകുമ്പോൾ നല്ല ചൂടായിരിക്കും വൈകുന്നേരം ഉണ്ടാക്കിയാൽ. അപ്പോൾ ഞാൻ ഉച്ചയാകുമ്പോഴേക്കും ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും പായസം എല്ലാവർക്കും കുടിക്കാം, ചൂടുണ്ടാവില്ല അധികം. അപ്പം അങ്ങനെ ഉണ്ടാക്കാറാണ് ഞാൻ പതിവ്. ഞാനൊരു 11 മണിക്ക് തുടങ്ങിയിട്ടുണ്ട്. ഗോതമ്പ് വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കുമല്ലോ, അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ ചോറിൻ്റെ പണി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അടുപ്പത്ത് ഗോതമ്പ് തീമിട്ടതാണ്. ഇവിടെ നമ്മുടെ മലപ്പുറം സൈഡിലൊക്കെ അരി അടുപ്പത്തിടുക എന്ന് പറയല്ല, ശരിക്കും ചെയ്യുക. അരി തീമിടുക, ഗോതമ്പ് തീമിടുക അങ്ങനെയാണ് പറയുക. തീമിടുക എന്നാണ് പറയുക കേട്ടോ. ഗോതമ്പ് വെന്തിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെയും തീയൊക്കെ കത്തിച്ച് വെച്ചു. ഇപ്പോൾ നല്ല ഗോതമ്പ് വെന്തിട്ടുണ്ട്. ഒരുവിധം ഗോതമ്പ് വന്നതിന് ശേഷം ഞാൻ തേങ്ങ ഇടാറ് കേട്ടോ. ചിരകി വെച്ച ഒരു തേങ്ങ ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഇപ്പോഴാണ് ഇട്ടത്. നല്ലോണം ഇളക്കി കൊടുക്കണേ, കാരണം അടിയിൽ പിടിക്കും. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, ശർക്കര വാർന്നു. പിന്നെ ഒരു 15 മിനിറ്റിന് ശേഷം ഞാൻ പാല് വാർന്നു കേട്ടോ. ഞാൻ ഏലക്കായ ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചാര ഇട്ടിട്ടാണ് അടിക്കാറ് മിക്സിയിൽ. നല്ല പൊടിഞ്ഞ് കിട്ടും. നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ, കാരണം അടിയിൽ പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഗോതമ്പായതുകൊണ്ട് തന്നെ നല്ലോണം ഇളക്കി കൊടുക്കണം. കുറച്ച് മിൽക്ക് മേഡ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. കുറച്ച് ഉപ്പ് ഇട്ടു. അതിന് ശേഷം നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരിയിട്ട് അതിലേക്ക് ഇടാമെന്ന് കരുതി. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് കോരുകയാണ് കേട്ടോ നെയ്യിൽ. അതിനുശേഷം പായസത്തിലേക്ക് ഒഴിച്ചു. പായസം റെഡിയായി. അങ്ങനെ മൗലൂദ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുട്ടികളും അയൽവാസി കുട്ടികളും നമ്മുടെ കുടുംബങ്ങളൊക്കെ പാടിയായിട്ട് നല്ല രസമായിരുന്നു. അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, പായസം പാത്രത്തിലേക്ക് പാരൽ തുടങ്ങി കേട്ടോ. ഒരു ഗ്ലാസ്സിലിങ്ങനെ പാർന്ന് വെച്ചാൽ വറുക്കൽ കഴിഞ്ഞാൽ അപ്പം തന്നെ കുട്ടികൾക്ക് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട്. ഇത് ഞങ്ങളുടെ അയൽവാസി കുട്ടിയാണ് കേട്ടോ, പാത്തു. അങ്ങനെ കുട്ടികൾ പായസം എല്ലാവർക്കും കൊടുക്കൽ തുടങ്ങി. ഇത് ഞങ്ങൾ വേറെ അയൽവാസി കുട്ടിയാണ് യമനു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.